നമ്മുടെ വീടിന് ചുറ്റുമെല്ലാം മൊത്തം വെള്ളമായി. ഫുള്ള് വെള്ളത്തിൽ കിടക്കുകയാണ്. വീടിൻ്റെ പുറവശം അത് ഏകദേശം കുറച്ചും കൂടെ പൊങ്ങിയ 2 അടി പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് വെള്ളമാവും. അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലം മൊത്തം മുങ്ങിപ്പോയി കേട്ടോ. ഇവിടെ നമ്മൾ മേളിൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വെണ്ടയും പയറൊക്കെ ഇവിടെ ചെയ്തേക്കുന്നത്. ഇങ്ങനെന്താ ഇത്രയും ചേർന്ന് വെള്ളം നിൽക്കുക. ഇതെന്താ വീടിൻ്റെ പുറവശം കാണിക്കും. ഇവിടെ നിന്ന് കാണാൻ പറയും. ഇത്രയും ഭാഗത്ത് വെള്ളം കിടക്കുക. ഇങ്ങേ സൈഡെല്ലാം വെള്ളമായിട്ടുണ്ട്. ആ പില്ലറും കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് വെള്ളം കയറും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നമ്മൾ കോവലെല്ലാം ചെയ്ത് നിന്ന ഭാഗമാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം മൊത്തം വെള്ളമായി. ഇതാ ഇവിടെ കരയിലോട്ടെല്ലാം കയറി. ഇവിടെ എല്ലാം കര കേട്ടോ. കരഭാഗത്തെല്ലാം കയറി. പിന്നെ നമ്മുടെ വെണ്ട നിൽക്കുന്നത്. വെണ്ടയെല്ലാം നല്ല രീതിയിൽ നലിക്കുന്നുണ്ട്. എന്ത് വലിയ ഇലകളാണ്. ചെറുപ്പത്തിൽ സുന്ദരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെള്ളപ്പൊക്കം. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പയർ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. പക്ഷേ പയറിൻ്റെ തടത്തിലെല്ലാം വെള്ളമായി. ഇത് കിട്ടത്തില്ല. ഇത് പോക്കാവും. ഈ വെള്ളം താന്നില്ലെങ്കിൽ നേരത്തെയുള്ള ഈ മഴ കാരണം നമ്മുടെ പയറെല്ലാം നശിച്ചുപോയി. അതാണ് ഈ സമയത്തൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ആദ്യത്തെ വെള്ളങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. നിൽക്കുകയാണ്. ഇപ്രാവശ്യം നല്ല സുന്ദരനായിട്ടായിരുന്നു നമ്മുടെ വെണ്ടയെല്ലാം വളർന്നു കയറിയത്. പെട്ടെന്ന് കളയും കിളിച്ച് കയറി. എന്ത് പെട്ടെന്നറിയാം. നമ്മൾ എത്ര തെളിച്ചാൽ ഈ കള മാറത്തില്ല. കള ഇങ്ങനെ വന്നുകൊണ്ട് ഈ വെണ്ടയുടെ ഒക്കെ ഇലയുടെ വലിപ്പം ഇത്ര വേഗം ഇതിനകത്ത് വെള്ളം കയറി വന്നു. കാപ്പിച്ച് തുടങ്ങുന്നത് ഭയങ്കര വിഷമമാണ്. കായൊക്കെ പിടിച്ചു തുടങ്ങുന്നത് ആയിരുന്നു. ആരുമോട് പയർ നിൽക്കുന്നു.